بسم الله الرحمن الرحيم قد أفلح المؤمنون الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون والذين هم للزكاة فاعلون والذين هم لفروجهم حافظون إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين فمن ابتغى وراء ذلك فأولئك هم العادون والذين هم لأماناتهم وعهدهم راعون والذين هم على صلواتهم يحافظون أولئك هم الوارثون الذين يرثون الفردوس هم فيها خالدون ولقد خلقنا الإنسان من الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألم تكن آياتي تتلى عليكم فكنتم بها تكذبون قالوا ربنا غلبت علينا شقوتنا وكنا قوما ضالين ربنا أخرجنا منها فإن عدنا فإنا ظالمون قال اخسئوا فيها ولا تكلمون إنه كان فريق من عبادي يقولون ربنا آمنا فاغفر لنا وارحمنا وأنت خير الراحمين فاتخذتموهم سخريا حتى أنسوكم ذكري وكنتم منهم تضحكون إني جزيتهم اليوم بما صبروا أنهم هم الفائزون قال كم لبثتم في الأرض عدد سنين قالوا لبثنا يوما أو بعض يوم فاسأل العادين قال إن لبثتم إلا قليلا لو أنكم كنتم تعلمون أفحسبتم أنما خلقناكم عبثا وأنكم إلينا لا ترجعون فتعالى الله الملك الحق لا إله إلا هو رب العرش الكريم ومن يدع مع الله إلها آخر لا برهان له به فإنما حسابه عند ربه إنه لا يفلح الكافرون وقل رب اغفر وارحم وأنت خير الراحمين صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين والحمد لله رب العالمين إذا هبت رياحك فاغتنمها فإن لكل خافقة سكون ولا تغفل
അനിൽ ഇഹ്സാനി ഫീഹാ ഫമാ തദ്രി സുകൂനു മതാ യകൂനു. ആദരണീയരായ സയ്യിദ് പാണക്കാട് ഹുസൈൻ ശിഹാബ് തങ്ങൾ ഈ വേദിയെ ധന്യമാക്കുന്ന ഉലമാക്കളുടെയും സാദാത്തുക്കളുടെയും നിര ഈ വേദിയിൽ വളരെ പ്രയാസങ്ങൾ സഹിച്ച് റമളാന്റെ പുണ്യം കരസ്ഥമാക്കണമെന്ന് ആഗ്രഹിച്ച് വന്നിട്ടുള്ള നല്ലവരായ സഹോദരികളെ, സഹോദരങ്ങളെ, 4 ദിവസമായി നടക്കുന്ന പ്രഭാഷണ പരിപാടി ഇന്ന് അവസാനിക്കുമ്പോൾ പ്രഭാഷണം നടത്തുന്ന ഈ വിനീതനും കേൾക്കുന്ന നിങ്ങളുമെല്ലാം ഒരർത്ഥത്തിൽ നിരാശ അനുഭവിക്കുന്നു. ഖുർആനിന്റെ തീരത്തേക്ക്, വിജ്ഞാനത്തിന്റെ തീരത്തേക്ക് മെല്ലെ മെല്ലെ അടുത്തു നീങ്ങുന്ന നമുക്ക് ഇസ്ലാമിക വിജ്ഞാനത്തിന്റെ വിശാലമായ പാരാവാരത്തിൽ നിന്ന് വളരെ ചെറിയ ഒരംശം, ഒരു ബഹറിൽ സൂചി കൊണ്ട് കുത്തിയാൽ കിട്ടുന്ന അത്ര പോലും ഇതുകൊണ്ടൊന്നും നമുക്ക് ലഭിക്കുന്നില്ലെങ്കിലും നല്ല കുറേ വ്യക്തികളോടൊപ്പം ഈ റമളാനിലെ നിമിഷങ്ങൾ വിനിയോഗിക്കാൻ കഴിഞ്ഞ ഒരു സംതൃപ്തി എല്ലാവരുടെയും മുഖത്ത് നിഴലിക്കുന്നുണ്ട്. ആ ഒരു സംതൃപ്തി മരിക്കുന്ന സമയത്ത് പുഞ്ചിരിയായി പടച്ചവൻ നമുക്ക് പ്രകാശിപ്പിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരലോക വിചാരങ്ങൾ എന്ന വിഷയം അതിൻ്റെ ചെറിയ ചില ഭാഗങ്ങൾ പരാമർശിക്കുക മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ഇസ്ലാം ഒരു സംസ്കാരമാണെന്ന് കഴിഞ്ഞ ദിവസം നാം ഇവിടെ പ്രതിപാദിച്ചു. അതോടൊപ്പം ഇസ്ലാം സംസ്കരണം കൂടിയാണ്. സംസ്കാരം വേറെയാണ്, സംസ്കരണം വേറെയാണ്. സംസ്കാരം എന്ന് പറഞ്ഞാൽ കൾച്ചറാണ്, ജീവിത രീതിയാണ്. നടത്തത്തിലും ഇരുത്തത്തിലും കിടത്തത്തിലും ചലനത്തിലും ഒരു മനുഷ്യനിൽ നിഴലിച്ചു കാണുന്ന അടയാളങ്ങളുടെ ആകെത്തുകയാണ് സംസ്കാരം. സംസ്കരണം എന്ന് പറഞ്ഞാൽ അത് വേറെയാണ്. മയ്യിത്ത് സംസ്കരണം എന്നൊക്കെ നമ്മൾ പറയുന്ന പരിചയമുള്ള ആ പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ വ്യക്തിയിലും പരമ്പരാഗതമായി അല്ലെങ്കിൽ സാഹചര്യങ്ങളുടെ സ്വാധീനം കൊണ്ട് രൂപപ്പെട്ടിട്ടുള്ള സ്വഭാവങ്ങളെയും നടപടികളെയും കൾച്ചർ ചെയ്ത് അതിൽ വേണ്ടാത്തതായി വല്ലതുമുണ്ടെങ്കിൽ അത് ഇല്ലായ്മ ചെയ്ത് വേണ്ടത് പരിപോഷിപ്പിച്ച് വളർത്തി എടുക്കുന്നതിനാണ് സംസ്കരണം അല്ലെങ്കിൽ തസ്കിയത്ത് എന്ന് പറയുന്നത്. പരലോക ചിന്തകൾ കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് ആ സംസ്കരണമാണ്. വ്യക്തികളിൽ കുടുംബപരമായി ചില സ്വഭാവങ്ങൾ രൂപപ്പെട്ടു വരും. ഒരു വ്യാപാരിയുടെ കുടുംബത്തിൽ ജനിക്കുന്ന ഒരു കുട്ടിയിൽ ഉണ്ടാകുന്ന സ്വഭാവങ്ങളും പ്രകൃതങ്ങളും അല്ല ഒരു പണ്ഡിതന്റെ കുടുംബത്തിൽ ജനിക്കുന്ന ആൾക്ക് ഉണ്ടാവുക. ഒരു കർഷകന്റെ
സ്വഭാവം അല്ല ഒരു വ്യാപാരിക്ക് ഉണ്ടാവുക. ഗ്രാമത്തിൽ ജീവിക്കുന്നവന്റെ സ്വഭാവമല്ല പട്ടണത്തിൽ ഉണ്ടാവുക. ഗ്രാമത്തിലൂടെ ഒരാൾ നടന്നു പോകുമ്പോൾ അയാൾക്ക് വല്ലാതെ വിശപ്പും ദാഹവും വന്നാൽ ഗ്രാമീണർ അവർക്ക് ആഹാരം നൽകൽ നിർബന്ധമാണ്. പട്ടണത്തിലൂടെ ഒരാൾ കടന്നു പോകുമ്പോൾ ഒരാൾക്ക് വിശപ്പുണ്ടായാൽ ആ പ്രദേശത്തെ വീട്ടുകാർക്ക് സൽക്കരിക്കൽ നിർബന്ധമില്ല എന്ന് ഇമാം ഖുർത്തുബി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയുന്നു. കാരണം പട്ടണമായതുകൊണ്ട് അവിടെ ഭക്ഷണത്തിന് ഹോട്ടലുണ്ടാകും. അതുകൊണ്ട് ആ പ്രദേശത്തുള്ള വീട്ടുകാർക്ക് ആ യാത്രക്കാരനെ സൽക്കരിക്കൽ കടമയല്ല. പട്ടണവും ഗ്രാമവും തമ്മിലുള്ള വ്യത്യാസം വളരെ വ്യക്തമാണ് എന്നർത്ഥം. ഗ്രാമത്തിലെ ജനങ്ങൾ എല്ലാവരെയും വല്ലാതെ ബഹുമാനിക്കും. പട്ടണവാസികൾ എത്ര വലിയവരെയും വല്ലാതെ ബഹുമാനിക്കുകയില്ല. കാരണം പട്ടണവാസികൾ ആളെ കണ്ടു മടുത്തതാണ്. ഓരോ ബസ്സിലും വന്ന് ഇറങ്ങുന്നത് തങ്ങളും ഉസ്താദും MLA-യും MP-യും മന്ത്രിയും ഒക്കെ ഇങ്ങനെ വാഹനത്തിൽ വന്ന് ഇറങ്ങുന്നത് കാണുന്ന പട്ടണവാസി അയാൾക്ക് ആരും അത്ര വലിപ്പം കൂടൂല. അതേസമയം ഒരു ഗ്രാമത്തിലെ മൺപാതയിലൂടെ ഒരു അംബാസഡർ കാറ് പോയാൽ മതി, ഗ്രാമവാസികൾ ആ കാറിന്റെ ടയർ എണ്ണി നോക്കാൻ വ്യഗ്രത കാണിക്കുന്നത് പോലെ അതിന്റെ ചുറ്റും വന്ന് നിൽക്കുകയും ആ നമ്പർ നോട്ട് ചെയ്യുകയും ആ കാറിൽ ഇറങ്ങുന്നവരെ കൗതുകത്തോടെ നോക്കുകയും ചെയ്യുന്നു. പട്ടണവാസി പ്ലെയിൻ തന്നെ റോട്ടിൽ വന്നു കിടക്കുന്നത് കണ്ടാലും തിരിഞ്ഞു നോക്കുകയില്ല. കാരണം ഇതുപോലെ കഴിഞ്ഞ 6 മാസം മുമ്പ് ഒരു പ്ലെയിന്റെ അവശിഷ്ടം ഈ റോഡിൽ കണ്ടതാണല്ലോ എന്നായിരിക്കും അയാളുടെ പ്രതികരണം. അതുകൊണ്ടാണ് മുഖദ്ദിമയിൽ ഇബ്നു ഖലദൂൻ പറയുന്നു, മനുഷ്യന്റെ സ്വഭാവങ്ങൾ രൂപപ്പെടുന്നത് അവന്റെ സാഹചര്യങ്ങൾ കൊണ്ടാണ്, അവന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, മുഖദ്ദിമ എല്ലാവരും വായിക്കേണ്ട ഒരു പുസ്തകമാണ്. അറബിയിലാണ് അതിന്റെ ഒറിജിൻ, പരിഭാഷ ലഭ്യമാണ്. മുഖദ്ദിമയിൽ പറയുന്നു, ചെറിയ പ്രായത്തിൽ ഒരാൾ കച്ചവടം തുടങ്ങിയാൽ അവൻ ദുർനടപ്പുകാരനാവാൻ സാധ്യത വളരെ കൂടുതലാണ്. ഒരു 16-17 വയസ്സ് പ്രായമുള്ള ഒരു യുവാവിനെ വ്യാപാരത്തിന് വേണ്ടി നാം വിട്ടാൽ അവൻ 1-2 കൊല്ലം കൊണ്ട് ദുർനടപ്പുകാരനായി മാറും. വളരെ കരുതണം. കാരണം വ്യാപാരത്തിന്റെ പ്രധാനമായ ലക്ഷ്യം ടു സേവ് മണി, ടു കളക്ട് സംതിങ് ഫ്രം അതേഴ്സ്. മറ്റുള്ളവരിൽ നിന്ന് കുറെ കലക്ട് ചെയ്യുക, പണം സമ്പാദിക്കുക. അത് ചീത്ത സാധനങ്ങൾ നല്ലതാണെന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് വിപണിയിൽ നിറഞ്ഞു നിൽക്കാനുള്ള എല്ലാ പരിപാടികളും വ്യാപാരികൾ ചെയ്യും. ഈ കുട്ടിക്ക് 16 വയസ്സേ ആയിട്ടുള്ളൂ. ലോകത്തിന്റെ വിവരങ്ങൾ ഇല്ല, ഇസ്ലാമിന്റെ അറിവുകൾ ഇല്ല, നല്ല വ്യക്തികളുമായി സഹവാസം ഉണ്ടായിട്ടില്ല. ആ പ്രായത്തിൽ ഈ 16 വയസ്സുള്ള കുട്ടി വ്യാപാരത്തിന് വേണ്ടി പുറപ്പെട്ടാൽ പണം ഉണ്ടാക്കുക എന്നതിൽ കവിഞ്ഞ യാതൊരു പദ്ധതിയും അവന്റെ മുൻപിൽ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് അവൻ ധാരാളമായി കളവ് പറയും, കൃത്രിമമായ പലതും അവൻ അവിടെ ചെയ്യും, കസ്റ്റമറെ അവൻ വഞ്ചിക്കും. എങ്ങനെ ആയാലും വസ്തുക്കൾക്ക് തീപിടിച്ച വിലയുള്ളപ്പോഴും യുദ്ധം നടക്കുമ്പോഴും അത്തരം വ്യാപാരികൾക്ക് ലാഭം കൂടുതൽ കിട്ടണമെന്ന വിചാരമേ ഉണ്ടാകൂ. അതുകൊണ്ട് ചെറിയ പ്രായത്തിലുള്ള കുട്ടികളെ വ്യാപാരത്തിന് വേണ്ടി പറഞ്ഞു വിടരുത്. അവർ ബിസിനസ് തുടങ്ങുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഇബ്നു ഖലദൂൻ പറയുന്നു, കാരണം പണം കയ്യിൽ കിട്ടാൻ തുടങ്ങുന്ന പ്രായമാണ്. ആ പ്രായത്തിൽ വ്യാപാരത്തിൻ്റെതായ നിയന്ത്രണം ഏൽപ്പിച്ചാൽ അത് അപകടം ചെയ്യും.
പക്ഷെ അവിടെ തന്നെ പറയുന്നുണ്ട്, പണം കണ്ട് ശീലിച്ച, ധാരാളമായി പണം കൈകാര്യം ചെയ്യുന്ന ഒരു കുടുംബത്തിൽ പിറന്ന ഒരു 16-കാരനെ, 18 വയസ്സുള്ളവനെ, ഒരു യുവാവിനെ വ്യാപാരത്തിന് വേണ്ടി അയച്ചാൽ കുഴപ്പമില്ല. കാരണം അവന്റെ ബാപ്പയിൽ നിന്ന്, വലിയാപ്പയിൽ നിന്ന് അവൻ ധാരാളം പണം കാണുകയും പണം എന്താണെന്ന് അറിയുകയും ചെയ്തതുകൊണ്ട് അവന് പണത്തിന്റെ വില അറിയാം. അത് സമ്പാദിക്കുന്നവൻ എത്ര പ്രയാസപ്പെട്ടാണ് സമ്പാദിക്കുന്നത് അവന് ബോധമുള്ളത് കൊണ്ട് അവൻ വലിയ ചൂഷണത്തിന്റെ ആളാവുകയില്ല. ഇത് ഞാൻ പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ജോലിയും പരിസരവും നമ്മുടെ സ്വഭാവത്തെ വല്ലാതെ സ്വാധീനിക്കും. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധിയുടെ സമീപത്ത് ഒരു സ്കൂൾ വിദ്യാർത്ഥി തന്റെ ഓട്ടോഗ്രാഫ് നൽകുകയാണ്. അതായത് 10ാം ക്ലാസ്, +2 എല്ലാം കഴിഞ്ഞ് സ്കൂളിൽ നിന്ന് യാത്ര ചോദിക്കുമ്പോൾ ഒരു ചെറിയ പുസ്തകമെടുത്ത് പ്രധാന വ്യക്തികളുടെ കയ്യിൽ നൽകും. അവര് അതിലൊരു കുറിപ്പ് എഴുതി കൊടുക്കും. ഭാവിയിൽ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ ഒന്ന് ചിരിക്കാൻ മറക്കരുത്, പഹയ ഇനി എന്നെ എവിടെയാ കാണുക എന്നൊക്കെ ആ പുസ്തകത്തിൽ എഴുതി കൊടുക്കുന്ന ഒരു സ്വഭാവം സ്കൂളുകളിൽ, കലാലയങ്ങളിൽ ഉണ്ടാവാറുണ്ട്. ഗാന്ധിയുടെ കയ്യിൽ ഒരു വിദ്യാർത്ഥി ഒരു പുസ്തകം നൽകുന്നു. എന്നിട്ട് പറയുന്നു, അങ്ങയുടെ വിലപ്പെട്ട ഒരു കുറിപ്പ് ഇതിൽ എഴുതിയാൽ എനിക്ക് എന്റെ ഭാവി ജീവിതത്തിൽ അതൊരു മാർഗദർശിയായി മാറും. ഗാന്ധി ഉടനെ അദ്ദേഹത്തോട് ചോദിച്ചു, മോനെ, നിന്റെ അച്ഛന് ജോലി എന്താണ്? ആ കുട്ടി പറഞ്ഞു, എന്റെ അച്ഛന് പുകയില കച്ചവടമാണ്. ഗാന്ധി ആ പുസ്തകത്തിൽ എഴുതി, എന്റെ കുഞ്ഞുമോനോട് എനിക്ക് പറയാനുള്ളത്, നീ ഒരിക്കലും പുകവലിക്കരുത്. ഇത് മാത്രമേ എനിക്ക് എഴുതാനുള്ളൂ. കാരണം പുകയില കച്ചവടക്കാരന്റെ മകൻ പുകവലിക്കാൻ സാധ്യതയുണ്ട്. ബൈബിളിൽ പറയുന്നു, ആപ്പിൾ തോട്ടത്തിന്റെ കാവൽക്കാരൻ ആപ്പിൾ തിന്നാൻ സാധ്യതയുണ്ട്. ബൈബിളിന്റെ ആ വചനമാണ്, അതേ ആശയമാണ് ഇന്നലെ നാം ഇവിടെ വളരെ വിശദമായി പറഞ്ഞു. ഖുർആൻ പ്രഖ്യാപിച്ചു, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര ഫഇന്നമാ അബവാഹു യുഹവ്വിദാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനിഹി. ഈ പ്രപഞ്ചത്തിൽ ഓരോ കുട്ടിയും പിറക്കുന്നത് ശുദ്ധ പ്രകൃതിയിലാണ്, ശാന്തമായ പ്രകൃതിയിലാണ്. നന്നാവാനുള്ള എല്ലാം അടങ്ങിയ ഹൃദയമാണ് ദൈവം മനുഷ്യന് നൽകുന്നത്. നമ്മുടെ എല്ലാവരുടെയും ഹൃദയം വളരെ നല്ല ഹൃദയമായിരുന്നു. പിന്നെ അത് കേടുവന്നത് എപ്പോഴാണ്? നമ്മുടെ പ്രിയപ്പെട്ട പിതാവിൽ നിന്ന്, മാതാവിൽ നിന്ന്, എളാപ്പയിൽ നിന്ന്, മൂത്താപ്പയിൽ നിന്ന്, അമ്മാവനിൽ നിന്ന്, അയൽക്കാരനിൽ നിന്ന്, നമ്മുടെ സ്കൂളിലെ അധ്യാപകനിൽ നിന്ന്, ടീച്ചറിൽ നിന്ന്, നമ്മളുമായി ബന്ധപ്പെടുന്ന എന്നും ബന്ധപ്പെടുന്ന ഒരു റിക്ഷയുടെ ഡ്രൈവറുണ്ട്. ആ ഡ്രൈവറിൽ നിന്ന്, അവരിൽ നിന്നെല്ലാം കണ്ട ചില സ്വഭാവങ്ങൾ നമ്മെ മെല്ലെ സ്വാധീനിച്ചു. അത് നമ്മെ മെല്ലെ പിടികൂടിയപ്പോൾ നമ്മൾ പ്രത്യേക സ്വഭാവത്തിന്റെ ആളുകളായി മാറുകയും അങ്ങനെ അവർ ചെയ്യുന്ന ആ തെറ്റുകൾ നമ്മൾ അറിയാതെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറുകയും ചെയ്തു. അങ്ങനെ പല ദുർഗുണങ്ങളും ഉള്ളവരാണ് നമ്മളൊക്കെ. കരുണാഭാരതിയായ പടച്ചവൻ ഈ മാസത്തിന്റെ ഹക്ക് കൊണ്ട്, വല്ലാത്ത മാസമാണ് ആ റമദാൻ, എല്ലാ അർത്ഥത്തിലും മനുഷ്യനെ നന്നാക്കിയെടുക്കും. മയ്യത്ത് കുളിപ്പിക്കുന്നവന്റെ കയ്യിൽ മയ്യത്ത് എങ്ങനെയാണോ അതുപോലെ സൃഷ്ടാവായ അള്ളാഹുവിന്റെ കയ്യിൽ നാം കിടന്നു കൊടുക്കുക. നിനക്ക് ഇഷ്ടമുള്ളത് നീ ചെയ്തോളൂ. നിന്റെ മാസമായ റമദാനിൽ എന്റെ ശരീരവും എന്റെ മനസ്സും എന്റെ എല്ലാം നിനക്ക് നൽകിയിരിക്കുന്നു. എന്റെ കയ്യിൽ കുറെ പണമുണ്ട്. ആ പണവും നീ പറയുന്നത് പോലെ ചെലവഴിക്കാൻ തയ്യാറാണ്. മാത്രവുമല്ല, പടച്ചവനെ, നിന്നെപ്പറ്റി എനിക്കറിയാം. എന്റെ കയ്യിലുള്ള എല്ലാ സമ്പാദ്യവും മതത്തിന് കൊടുക്കണമെന്ന് നീ പറയുകയില്ല. എന്റെ ഭാര്യയെ, എന്റെ കുട്ടികളെ, അതെല്ലാം പരിഗണിച്ചതിന് ശേഷമുള്ള മിച്ചത്തിൽ നിന്നാണ് ദാനം ചെയ്യേണ്ടത് എന്ന് നീ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ കയ്യിലുള്ള പണവും എന്റെ ശരീരവും എന്റെ കുട്ടികളും എന്റെ വീടും എന്റെ ജോലിയും എല്ലാം നിനക്ക് ഏൽപ്പിച്ചിരിക്കുന്നു എന്ന ഒരു നല്ല വിചാരത്തോടുകൂടി ഒരു മനുഷ്യൻ മുന്നോട്ട് വരികയാണ് എങ്കിൽ ഇൻഷാ അല്ലാഹ് റമദാൻ അവനെ മാറ്റിയെടുക്കും. അല്ലാഹു തആല ആ കൂട്ടത്തിൽ നമ്മുടെ സദസ്സ് ആക്കി തരട്ടെ.
ഈ പ്രഭാഷണം CD ആയി വരുന്നത് കൊണ്ട് എവിടെയെല്ലാം അത് ശ്രദ്ധിക്കുമോ ആ ശ്രദ്ധിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം പരിവർത്തനത്തിൻ്റെതായ എന്തെങ്കിലും ചിലതൊക്കെ അതുവഴി ഉണ്ടാക്കും. കാരണം അത്രയും നല്ല മഹാന്മാര് ഈ വേദിയിലുണ്ട്. സ്റ്റേജിലുള്ളവരെക്കാൾ ഒരുപക്ഷെ വളരെ നല്ലവർ സദസ്സിൽ ഉണ്ട്. സദസ്സിലുള്ളവരെക്കാൾ എത്രയോ മഹത്വമുള്ളവർ സ്റ്റേജിൽ ഏതായാലും ഉണ്ട്. അവരുടെ ആ ഒരു സാന്നിധ്യം കൊണ്ട് നമ്മൾ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുക. ഞാൻ പറഞ്ഞു വരുന്നത് ഇസ്ലാം ഒരു സംസ്കാരമാണ്, അതോടൊപ്പം ഇസ്ലാം ഒരു സംസ്കരണമാണ്. ആ സംസ്കരണത്തിൻ്റെതായ പാതയിലേക്ക് നാം ചിന്തിക്കുമ്പോൾ അത് ശരിയാണെന്ന് പെട്ടെന്ന് ബോധ്യപ്പെടും. നമ്മിലെല്ലാം തന്നെ ചില വൈകല്യങ്ങൾ ഉണ്ട്. ആ വൈകല്യങ്ങൾ ചിലർക്ക് വളരെ ചെറുതാണ്, ചിലർക്ക് വളരെ വലുതാണ്. ചിലർക്ക് വൈകാരികമായി ചില കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് കരുതിയാൽ അത് ചെയ്തേ തീരൂ. അതിൽ നിന്ന് അയാളെ പിന്തിരിപ്പിക്കാൻ ആർക്കും കഴിയാത്ത രൂപത്തിലാണ് ചിലരുടെ സ്വഭാവം വേരുറച്ചു കിടക്കുന്നത്. ഒരാൾ ഹജ്ജിന് പോകുന്ന സമയത്ത് ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദെ നിങ്ങൾ പറഞ്ഞ വരച്ച വരയിൽ ഞാനുണ്ടാവും, നിങ്ങളവിടെ മക്കത്തും മദീനത്തൊക്കെ ഉണ്ടാവൂലേ? ഉണ്ടാവും, നിങ്ങളെ കൂടെ ഞാനുണ്ടാവും, നിങ്ങൾ പറയും പോലെയാണെന്നൊക്കെ പറഞ്ഞു പോയി. എല്ലാം കഴിഞ്ഞ് ഇയാൾക്കൊരു ചെറിയ രോഗമുണ്ട്. അതായത് ഇയാൾ ഇടയ്ക്കിടെ പുകവലിക്കും. സാമ്പത്തികമായി ആരോഗ്യപരമായി എല്ലാം നഷ്ടമുള്ള ആ കച്ചവടം കുറെ കാലമായി അയാൾ തുടരുകയാണ്. അതൊന്ന് ഇല്ലായ്മ ചെയ്യണം എന്നത് അദ്ദേഹത്തിന്റെ മക്കളുടെ കൂടി ഒരാഗ്രഹമാണ്. മക്കൾ ഉസ്താദിനോട് പറയുകയും ചെയ്തു, ബാപ്പ നിങ്ങളെ കൂടെയാണ് വരുന്നത്, ഒന്ന് ശ്രദ്ധിക്കണം. ഉസ്താദ് പറഞ്ഞു, ഞാൻ ശ്രദ്ധിക്കാം, ഞാൻ പലരെയും ശ്രദ്ധിച്ച് നന്നാക്കിയ ആളാണ്, ബാപ്പാനെ ഏതായാലും ഞാൻ ആയിക്കോളാന്നൊക്കെ പറഞ്ഞ് ഏറ്റു. അങ്ങനെ അവിടെ തവാഫുകളെല്ലാം കഴിഞ്ഞു. ഖുദൂമിന്റെ തവാഫ് കഴിഞ്ഞു, ഇഫാദത്തിന്റെ തവാഫ് കഴിഞ്ഞു. അവസാനം വിദാഇന്റെ തവാഫ് നടക്കുകയാണ്. ആ തവാഫ് കഴിഞ്ഞാൽ പിന്നെ തവാഫില്ല, പിന്നെ തിരിച്ച് നാട്ടിലേക്ക് പോരുകയാണല്ലോ ചെയ്യുക. ആ തവാഫ് ചെയ്യുമ്പോ ഉസ്താദ് ആ സഹോദരനോട് പറഞ്ഞു, ഹാജി സാഹിബ് റാഹത്തല്ലേ? റാഹത്താണ്. പിന്നെ ഒരു ചെറിയ കാര്യം മക്കളൊക്കെ എന്നോട് ഏൽപ്പിച്ചതുമാണ്, ഞാൻ പറയട്ടെ. ഓ ഉസ്താദ് പറഞ്ഞോളൂ. എന്തോ പൈസ മറ്റോ വായ്പ അങ്ങനെ എന്തോ ആണോ? അല്ല, അതൊന്നുമല്ല, വേറൊരു വിഷയമാണ്. ഏത് വിഷയമായാലും പറഞ്ഞോളൂ. അവസാന വിഷയം അങ്ങ് പറഞ്ഞപ്പോ ഹാജി സാഹിബ് പറഞ്ഞു, പിന്നെ ആ കാര്യത്തിൽ മാത്രം ഉസ്താദ് ഇടപെടരുത്, അതിൽ മാത്രം ഇടപെടരുത്. ഇത് ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞു, ലോക്കൽ ഉദാഹരണമാണ്. ഇതുപോലെ 1 സെന്റ് ഭൂമിക്ക് വേണ്ടി 15 കൊല്ലമായി കേസ് നടത്തുന്നു. ഉസ്താദുമാര് പറഞ്ഞിട്ടൊന്നും മാറുന്നില്ല, തങ്ങൾ പറഞ്ഞിട്ട് മാറുന്നില്ല, വലിയ പണ്ഡിതന്മാർ ഇടപെട്ടിട്ടൊന്നും അതിൽ നിന്നും മാറാതെ ആ 1 സെന്റ് ഭൂമിക്ക് വേണ്ടി എത്രയോ പണം കോടതിയിൽ കൊണ്ടുപോയി കൊടുത്ത്, വക്കീലിന് കൊടുത്ത്, ഇപ്പോഴും കോടതിയുടെ വരാന്തയിൽ എല്ലാ ചൊവ്വാഴ്ചയും അവിടെ ഒരു ബെഞ്ചുണ്ട്. ആ ബെഞ്ചിന്റെ മുകളിൽ ഒരു ബാഗും ഒരു പത്രവുമായിട്ട് ഒരു മനുഷ്യൻ ഇങ്ങനെ ഇരിക്കുന്നത് കാണാം. പള്ളിയിൽ ഇത്തിക്കാഫ് ഇരിക്കുന്ന ആളാണ്. ജുമയ്ക്ക് 1ാമത്തെ സഫിലുണ്ടാവും, അയാൾ അവിടെ ഉണ്ടാവും. ഹാജി സാഹിബ് എന്താ ഇവിടെ? അതൊന്നുമില്ല, അത് വേറെ വിഷയമാണ്. അതെന്താ നമ്മളൊന്ന് അല്ല, ആ വിഷയത്തിൽ നിങ്ങൾ ആരും ഇടപെടണ്ട, അത് നമ്മളൊരു വേറൊരു അഭിമാനത്തിന്റെ പ്രശ്നമാണ്. ഇതുപോലത്തെ പല അഭിമാനമുള്ള കമ്പനികളാണ് ഈ ഇരിക്കുന്നത് എന്നൊന്നും ഞാൻ പറയുന്നില്ല, പറയാതെ തന്നെ വിചാരിക്കുകയാണ്. അവ മനുഷ്യന്റെ സ്വഭാവത്തിൽ വേരുറച്ചു പോയ ചില പിടിവാശികൾ അവന് ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വേറെ ചില ആളുകളാകട്ടെ, അവർക്ക് ചില ദുസ്വഭാവങ്ങൾ ഉണ്ടെങ്കിലും ആ ദുസ്വഭാവങ്ങൾ വേണ്ടത്ര ഗൗരവത്തോടുകൂടി ഒരാൾ ഉണർത്തിയാൽ പെട്ടെന്ന് അതിൽ നിന്ന് അവര് പിൻവലിഞ്ഞ് അദ്ദേഹം പറയുന്നത് പോലെ ജീവിതം ചിട്ടപ്പെടുത്താൻ തയ്യാറാണ്. 3ാമത്തെ ഒരു ടീമുണ്ട്, പ്രത്യേകം ആരും പറയണമെന്നില്ല, ഒരു പ്രഭാഷണത്തിൽ കേട്ടാൽ തന്നെ നേരത്തെയുള്ള ദുസ്വഭാവങ്ങളും തിന്മകളും അവർ കൈയൊഴിയാൻ തയ്യാറാണ്. ഇങ്ങനെ 3 വിഭാഗമായി ജനങ്ങളെ നമുക്ക് കാണാൻ കഴിയും. ഈ 3 വിഭാഗവും നമ്മുടെ വേദികളിലും നമ്മുടെ വീടുകളിലും നമ്മുടെ നാടുകളിലുമെല്ലാം ഉണ്ട്. അത്തരം ആളുകളെ എങ്ങനെയാണ് നന്നാക്കിയെടുക്കാൻ കഴിയുക എന്നതാണ് നാം ഈ സമയത്ത് ഗൗരവത്തോടു കൂടി ആലോചിക്കേണ്ടത്.
കാരണം മനുഷ്യനിലുള്ള പരിസരങ്ങളിൽ നിന്ന് അവന് കിട്ടിയ ഈ ദുസ്വഭാവങ്ങളുമായിട്ട് അവൻ മരിച്ചു പോയാൽ, അവന്റെ ജീവിതം അങ്ങനെ കഴിഞ്ഞു പോയാൽ, ആ പിതാവിന്റെ ശേഷം ആ പിതാവിന്റെ മക്കൾ ആ ദുരന്തങ്ങൾ കംപ്ലീറ്റ് പേറേണ്ടി വരും, താങ്ങേണ്ടി വരും. ആ മക്കൾ പിന്നെ പുറത്തിറങ്ങുമ്പോഴൊക്കെ ആ മക്കളെ ചൂണ്ടിക്കാണിച്ച് ആളുകൾ പറയും, ആ നീണ്ട ആളറിയോ? ഇല്ല. അത് നമ്മളെ മറ്റേ ആ കേസ് കൂടുന്ന ആളല്ലേ, അയാളെ മൂത്ത മകനാണ്. അത് ശരി, അതേ കട്ടാണല്ലോ എന്നൊക്കെ ഒരു ജനസംസാരം. അബൂജഹിലിന്റെ മകൻ ഇക്രിമത്ത് ഇസ്ലാമിൽ വന്നപ്പോൾ ആ ഇക്രിമത്തിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആളുകൾ പറഞ്ഞല്ലോ, ചരിത്രത്തിൽ കാണാം, അബൂജഹിൽ ഇസ്ലാമിന്റെ കഠിന വിരോധിയായിരുന്നു. ആ അബൂജഹിലിന്റെ ഒരു മകനുണ്ട് ഇക്രിമ. ആ മകൻ ഇസ്ലാമിൽ വന്നു. അബൂജഹിലിനെ നന്നാക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വല്ലാതെ പരിശ്രമിച്ചു. അവൻ നന്നായില്ല. ഒരു യതീം കുട്ടി അവന്റെ വീട്ടിലേക്ക് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കയറി ചെന്നപ്പോൾ അകത്തുപോയി വടിയെടുത്ത് ആ വടി കൊണ്ട് ആ കുട്ടിയെ തല്ലുകയാണ്. ആ യതീം കുട്ടിയെ തല്ലുകയാണ്. ആ കുട്ടിയുടെ ശരീരത്തിൽ വസ്ത്രമുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ അത്രയും പാവമാണ്. ആ പാവപ്പെട്ട കുട്ടിയെ അബൂജഹൽ തല്ലിയപ്പോൾ ആ കുട്ടി കരഞ്ഞുകൊണ്ട് ഓടി. എങ്ങോട്ട്? അബൂജഹൽ താമസിക്കുന്ന ക്യാമ്പസിന്റെ തൊട്ടടുത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താമസിക്കുന്നത്. അവിടെ എത്തി റസൂലുള്ളാഹി അഭയം നൽകി, അറഅയ്തല്ലദി യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദി യദ്ഉൽ യതീം വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ. അനാഥ കുട്ടികളെ അവഗണിക്കുകയും പാവപ്പെട്ടവർക്ക് ആഹാരം നൽകുന്ന വിഷയത്തിൽ താല്പര്യം കാണിക്കാതെ ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്യുന്നവൻ മതത്തിന്റെ വിരോധിയാണ് എന്ന വചനം അവതരിച്ചു. അബൂജഹിൽ അവിടെ ഒന്നും നന്നായില്ല, വേണ്ടാത്ത ചെയ്ത് അങ്ങനെ അവന്റെ സമാപനം കഴിഞ്ഞു. അവന്റെ മകനായ ഇക്രിമ ഇസ്ലാമിൽ വരികയാണ്. ആ ഇക്രിമ ഇസ്ലാമിൽ വന്നപ്പോൾ ഒരു ദിവസം ഇക്രിമ മക്കയിലൂടെ നടന്നു പോകുമ്പോൾ ആളുകൾ ഇക്രിമയെ വിളിക്കുകയാണ്, യാ ഇക്രിമ യബ്ന അബീ ജാഹിൽ, അബൂജാഹിലിന്റെ മകനായ ഇക്രിം. ആളുകൾ പറയാൻ തുടങ്ങി. ഇത് ഇക്രിമക്ക് വല്ലാത്ത ഷോക്കായി. കാരണം ആ അബൂജാഹിലിലേക്ക് ചേർത്തി പറയാൻ എനിക്ക് തീരെ ഇഷ്ടമില്ല. കാരണം അത് എന്റെ വാപ്പ തന്നെയാണ്, വാപ്പയാണെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷെ അദ്ദേഹത്തിലേക്ക് എന്നെ ചേർക്കരുത് എന്നായിരുന്നു ആ കുട്ടിയുടെ വാശി. വലാ തനാബസൂ ബിൽ അൽഖാബി ബിഅസൽ ഇസ്മുൽ ഫുസൂഖു ബഅദൽ ഈമാൻ. അല്ലാഹുവിന്റെ ഖുർആൻ സൂറത്തുൽ ഹുജറാത്ത് എന്ന അധ്യായത്തിൽ പറയുന്നു, ഓ നബിയേ, നിങ്ങൾ അനുയായികളോട് പറഞ്ഞേക്കണം, ഒരാൾക്ക് ഇഷ്ടമില്ലാത്ത പേര് ആ വ്യക്തിയെ നിങ്ങൾ വിളിക്കരുത്. ഒരാൾക്ക് അയാളെ ബാപ്പയിലേക്ക് ചേർത്തി പറയുന്നത് ഇഷ്ടമില്ലെങ്കിൽ ആ ബാപ്പയിലേക്ക് അയാളെ ചേർത്തി വിളിക്കരുത്. നമ്മളവിടെ വാശി പിടിക്കരുത്. ഇന്നയാളെ മകനല്ലടോ നീ, ആണ്, എന്നെ ആ പേരില ഞാൻ വിളിക്കൂ എന്ന് നമ്മൾ വാശി പിടിക്കരുത്. വലാ തനാബസൂ ബിൽ അൽഖാബ് ബിഅസൽ ഇസ്മുൽ ഫുസൂഖു ബഅദൽ ഈമാൻ. ഈ വചനം അവതരിച്ചപ്പോൾ ഇക്രിമത്തിന് വളരെ സന്തോഷമായി പോയി. കാരണം ആ ബാപ്പയിലേക്ക് എന്നെ ചേർത്ത് വിളിക്കുകയില്ലല്ലോ. ഞാൻ പറയുന്നത്, ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ദുസ്വഭാവങ്ങളും ചീത്തയായ നടപടികളും അവൻ പെട്ടെന്ന് ഉപേക്ഷിക്കുന്നില്ല എങ്കിൽ എപ്പോഴാണ് മരണം വരുന്നത് എന്ന് അവൻ അറിയില്ല. അങ്ങനെ മരണം സംഭവിച്ചാൽ ആ മക്കൾക്ക് അതിന്റെ പേരിൽ വലിയ അപമാനമുണ്ടാകും. അവര് നാട് വിട്ടുപോകാൻ വരെ അത് കാരണമായി തീരും. മാത്രവുമല്ല, ഒരു മനുഷ്യനോട് പാപം ചെയ്താൽ ആ പാപം ചെയ്ത കാരണത്തിന്റെ പേരിൽ അവന് എത്ര സ്ഥലത്താണ്, എത്ര കടമാണ് അവന് കടന്നു പോകേണ്ടത് എന്ന് പ്രിയപ്പെട്ട ഉമ്മമാരെ നിങ്ങൾ പഠിക്കണം, മനസ്സിലാക്കണം. ഒരു പാപം ചെയ്തവന് അവന്റെ ജീവിതത്തിൽ ഒരുപാട് കടമ്പകൾ കടക്കാനുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കടമ്പയാണ് ഒന്ന് മരണം. ആ മരണത്തിന്റെ സമയം അതിന്റെ മുഴുവൻ ദുഃഖവും അവൻ അനുഭവിക്കേണ്ടി വരും. 7 ബഹറിലെ വെള്ളം മുഴുവനും കുടിച്ചാലും ദാഹം തീരാത്ത അത്രയും പ്രയാസമുള്ള ആ സമയം. അവിടെ പാപം ചെയ്ത മനുഷ്യന് അള്ളാഹുവിന്റെ പക്കൽ നിന്ന് റഹ്മത്ത് തീരെ ലഭിക്കുകയില്ല. കുറെ കൊല്ലങ്ങൾക്ക് മുൻപ് പൂനൂർ ഹോസ്പിറ്റലിൽ ഒരു രോഗിയത ആശുപത്രിയിൽ കഴിയുന്നു, മരണവേദന അനുഭവിക്കുന്ന സമയം. എന്നോട് ഒരാൾ പറഞ്ഞു, നിങ്ങൾക്ക് പരിചയമുള്ള ആളാണ്, ഒന്ന് മുകളിലേക്ക് പോകണം, മക്കളൊക്കെ വല്ലാതെ കരയുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് കയറി ചെന്നു, ഫാത്തിഹയൊക്കെ ഓതി ദുആ ചെയ്തു.
ഈ മനുഷ്യൻ സക്രാത്തിന്റെ സമയമാണ്, പക്ഷേ റൂഹ് ശരീരത്തിൽ നിന്ന് പിരിയുന്നില്ല. റൂഹ് പിരിയാതെ വിഷമിക്കുകയാണ്. 1 മണിക്കൂറിലധികം സമയം അവിടെ നിന്നെങ്കിലും അയാൾ മരിക്കുന്നില്ല. പിന്നെ ഞാൻ മെല്ലെ കുട്ടികളോട് പറഞ്ഞു, ഇപ്പോ വരാമെന്ന് പറഞ്ഞ് താഴോട്ടിറങ്ങി. കാരണം ഒരു രോഗിന്റെ സക്കറാത്തുമായിട്ട് 1 മണിക്കൂറിലധികം ചെലവഴിക്കാൻ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊന്നും കഴിയൂലല്ലോ. അങ്ങനെ താഴോട്ട് ഇറങ്ങി വേറെ കുറെ പരിപാടികളൊക്കെ ആശുപത്രിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ട് ഏതാണ്ട് 7 മണിക്കൂറോളം കഴിഞ്ഞപ്പോൾ ആരോ പറഞ്ഞു, ഇപ്പോഴാണ് മരിച്ചത്. ഇതും ഒരു മരണമാണ്. അതേ സമയം നല്ല നല്ല പുഞ്ചിരിയോടുകൂടി മരിക്കുന്ന മരണങ്ങൾ എത്രയാണ്. സൽക്കർമ്മങ്ങൾ മാത്രം ചെയ്യുന്നവരുടെ മരണം, ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി അവരുടെ മരണം, കുണ്ടൂർ ഉസ്താദിന്റെ മരണം, അല്ലാ എത്ര റാഹത്തുള്ള മരണമാണ്. യാ നഫ്സി ലാ തഖ്നതി മിൻ സല്ലത്തിൻ അളുമത് ഇന്നൽ കബായിറ ഫിൽ ഗുഫ്രാനി കല്ലമമീ. യാതൊരു നിരാശയുമില്ലാതെ അവരുടെ മുഖത്ത് പുഞ്ചിരിയാണ്. ആ പുഞ്ചിരിയോടുകൂടി മരിക്കുന്ന കൂട്ടത്തിൽ ഉൾപ്പെടാൻ കഴിയണമെങ്കിൽ നമ്മളെ ജീവിതത്തിൽ നാം ശീലിച്ചിട്ടുള്ള ദുസ്വഭാവങ്ങളും പാപങ്ങളും തിന്മകളും മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയണം. ഇതും കഴിഞ്ഞ് പിന്നെ ഖബറിലേക്കാണ് പോകുന്നത്. ആ ഖബറിലും ബേജാറാണ്. അതെല്ലാം കഴിഞ്ഞതിനു ശേഷം ഒരു നീണ്ട കാലഘട്ടം നമുക്ക് മറ്റൊരു ലോകത്ത് കൂടാനുണ്ട്, താമസിക്കാനുണ്ട്. ആ കാലഘട്ടത്തെ സംബന്ധിച്ച് അല്ലാഹ് സൂറത്തുൽ മുഅ്മിനൂൻ എന്ന ആയത്തിൽ പറയുന്നു, അലം തകുൻ ആയാതി തുത്ല അലൈക്കും ഫകുൻതും ബിഹാ തുകസിബൂൻ. ഓ മനുഷ്യ, വലിയ പത്രാസ് അടിച്ച് നീ നടന്നു, നിനക്ക് തോന്നി നിന്നെ പിടിച്ചു കെട്ടാൻ ആർക്കും കഴിയില്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ജീവിച്ച ഒരു വ്യക്തി. അയാളെ പേര് വലീദ് ഇബ്നു മുഗീറ. തമ്മാടിയാണ്, റൗഡിയാണ്. തമ്മാടിയായി റൗഡിയായി ജീവിച്ച ആ മനുഷ്യനെയും അള്ളാഹു നാളെ മഹ്ശറ ലോകത്ത് ഹാജരാക്കും. അവനടക്കമുള്ള ആളുകളോട് അള്ളാഹു ചോദിക്കുന്ന ചോദ്യമാണ്. സൂറത്തുൽ മുഅ്മിനൂൻ എന്ന അധ്യായത്തിൽ 105-ാമത്തെ വാചകത്തിൽ അള്ളാഹ് പറയുന്നു, അലം തകുൻ ആയാതി തുത്ല അലൈക്കും ഫകുൻതും ബിഹാ തുകസിബൂൻ. എന്റെ അടയാളങ്ങൾ, എന്റെ ദൃഷ്ടാന്തങ്ങൾ ഓരോന്നും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ നല്ല നല്ല ആളുകൾ വന്നിട്ടില്ലായിരുന്നോ? നല്ല ആളുകളല്ലേ വന്നത്? ഇതിനേക്കാൾ നല്ല ഒരാൾ നിങ്ങളെ സമീപത്ത് വരാനുണ്ടായിരുന്നോ? ഒരു പാപവും ചെയ്യാത്ത, ഒരു വാഗ്ദത്വവും ലംഘിക്കാത്ത, ഒരാളെ കയ്യിൽ നിന്നും ഒരു പണവും ആഗ്രഹിക്കാത്ത, അത്യാഗ്രഹത്തിന്റെ യാതൊന്നും മനസ്സിലേശിയിട്ടില്ലാത്ത, എവിടെ കയറി ചെന്നോ അവിടെ എല്ലാം സ്വാധീനിക്കാൻ കഴിവുള്ള വലിയ മനസ്സിന്റെ ഉടമയായ അള്ളാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ സമീപത്ത് വന്നു. ആ നബിതങ്ങളെ ശേഷം സ്വഹാബത്ത് വന്നു, താബിഈങ്ങൾ, താബിഈങ്ങൾ. അതാ മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും കേരളത്തിൽ മൊത്തം നോക്കിയാൽ എവിടെ ഒരു പള്ളി കാണുന്നോ ആ പള്ളിയുടെ സമീപത്ത് ഒരു സ്വാലിഹായ മനുഷ്യന്റെ ഖബർ കാണാം. ഏത് പള്ളി, എവിടെ പള്ളിണ്ടോ ആ പള്ളിയുടെ സമീപത്ത് ഒരു സ്വാലിഹായ മനുഷ്യൻ കാണാം. അത് മദീനത്തിന്റെ പാരമ്പര്യമാണ്. മദീനത്ത് പള്ളിയുണ്ട്, പരിസരത്ത് ഖബറുണ്ട്. മക്കത്ത് മസ്ജിദുൽ ഹറാം എന്ന പള്ളിയുണ്ട്, ആ പള്ളിയുടെ സമീപത്ത് മഖാം ഇബ്രാഹിം എന്ന മഖാമുണ്ട്. പള്ളിയോ മഖാമോ ഇല്ലാത്ത ഒരു പള്ളിയും ലോകത്തെവിടെയും ഇല്ല. ഇനി എവിടെയെങ്കിലും പള്ളി ഖബർ കാണുന്നില്ല എങ്കിൽ അതേതോ ഒരു കാലഘട്ടത്തിലെ കമ്മിറ്റിമാരവാഹികൾ വേണ്ടത്ര ശ്രദ്ധിക്കാത്തത് കൊണ്ട് ആ ഖബർ ശ്രദ്ധിക്കാതെ പോയതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, എങ്ങനെ ആ മഹാന്മാരാ നാട്ടിൽ വലിയ സ്ഥാനം നേടി എന്ന് ചോദിച്ചാൽ നല്ല സ്വഭാവത്തിന്റെ ഉടമകളായിരുന്നു. ആ മഹാന്മാരൊക്കെ വന്ന് അവരെ ഉപദേശം കേട്ടവരൊക്കെ വിജയിച്ച് അവരുടെ മക്കളാണ് ഇന്ന് ഓരോ നാട്ടിലും മഹല്ല് കമ്മിറ്റിയുടെ ഭാരവാഹികൾ. അവരാണ് ഓരോ പ്രദേശത്തും മതപരമായ കാര്യങ്ങൾക്ക് വാശി പിടിച്ച് അതിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ആ നല്ല ആളുകളെ വാക്ക് ധിക്കരിച്ചവരാണ്, അവരെ മക്കളാണ് റൗഡികളായി നടക്കുന്നത്. അവരാണ് അങ്ങാടിയിൽ ഒരു പീടിക റൂമെടുത്ത് ക്ലബ്ബ് ഉണ്ടാക്കിയിട്ട് അതിന് നേതൃത്വം നൽകുന്നത്. അവരാണ് ചില പ്രത്യേക രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ പേര് പറഞ്ഞ് അതാ കള്ളിന്റെയും തോന്നിയാസത്തിന്റെയും പ്രവർത്തനങ്ങൾക്ക്
നാട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും വേദി ഇട്ടുകൊടുക്കുന്നത് അവരാണ്. അപ്പോൾ ഇതെല്ലാം മനുഷ്യന്റെ മനസ്സിൽ ശ്രദ്ധയിൽ വരുത്താൻ വേണ്ടി അള്ളാഹു ചോദിക്കുന്നു, അലം തകുൻ ആയാതി തുത്ല അലൈക്കും ഫകുന്തും ബിഹാ തുകദ്ദിബൂൻ. എല്ലാം നിങ്ങൾ തള്ളി. നിങ്ങളെ ഇതേ പ്രായമുള്ള ആളുകളൊക്കെ എത്രയോ നന്നായി വളരെയധികം മാറ്റങ്ങൾ അവർ നേടിയെടുത്തു. എത്രയോ പ്രഭാഷണങ്ങൾ കൊണ്ട് അവർ നന്നായി മാറ്റങ്ങൾ അവർ ഉൾക്കൊണ്ടു. നിങ്ങൾ ആരെയാണ് കാത്തു നിൽക്കുന്നത്? ഖാലൂ റബ്ബനാ ഗലബത് അലൈനാ ശിഖ്വതുനാ വകുന്നാ ഖൗമൻ ളാല്ലീൻ. ആ ജനങ്ങൾ പരലോകത്ത് വെച്ച് അവിടെ കൈകടിച്ചുകൊണ്ട് പറയുന്നു, റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, ഗലബത് അലൈനാ ശിഖ്വതുനാ, ഞങ്ങളുടെ പരാജയങ്ങൾ, ഞങ്ങളുടെ ഏറ്റവും വലിയ അധപ്പതനം, ആ അധപ്പതനം ഞങ്ങളെ അങ്ങേയറ്റം പിടികൂടുകയും വകുന്നാ ഖൗമൻ ളാല്ലീൻ, ഞങ്ങൾ പിഴച്ചുപോയി, തെറ്റിപ്പോയി. അന്നാ ദർസിലുള്ള ഒരു മുത്തഅല്ലിമിന് ആഹാരം കൊടുക്കുന്ന വിഷയം പറഞ്ഞപ്പോൾ എന്തു ദർസ് എന്ന് ധിക്കാരത്തോടുകൂടി പറഞ്ഞ കൂട്ടത്തിൽ നമ്മളും പെട്ടുപോയി. ആ മദ്രസ മുഅല്ലിമിന് ഒരു കാരണവുമില്ലാതെ പിരിച്ചുവിട്ട കേസിൽ നമ്മളും പ്രതിയായിപ്പോയി. തല ഊരാൻ നിർവാഹമില്ലാതെ കാര്യങ്ങളൊക്കെ അങ്ങനെ കഴിഞ്ഞുപോയി. എല്ലാം കഴിഞ്ഞ് പറ്റിപ്പോയതാണ് റബ്ബേ. റബ്ബനാ അഖ്രിജ്നാ മിൻഹാ ഫഇൻ ഉദ്നാ ഫഇന്നാ ളാലിമൂൻ. ഞങ്ങളുടെ റബ്ബേ, അഖ്രിജ്നാ മിൻഹാ, ഈ വലിയ നരകത്തിൽ നിന്നും പരാജയത്തിൽ നിന്ന് ഞങ്ങളൊന്ന് രക്ഷപ്പെടുത്തണം. ഫഇൻ ഉദ്നാ, ഞങ്ങൾ ഇവിടുന്ന് മടങ്ങി ദുനിയാവിലേക്ക് ഒന്നുകൂടി ഞങ്ങളെ മടക്കുകയാണെങ്കിൽ ഫഇന്നാ ളാലിമൂൻ, പിന്നെ ഞങ്ങളൊരു തെറ്റ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളെ അക്രമകാരികളെന്ന് പറഞ്ഞോളൂ, ഒരു തവണ ഞങ്ങൾക്ക് മാപ്പ് തന്നുകൂടെ എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹു നൽകുന്ന മറുപടി, ഓ മനുഷ്യ, എത്രയെത്ര സമയമാണ് നിനക്ക് നൽകിയിട്ടുള്ളത് നന്നാകാൻ, എത്ര ചാൻസ്, ഗോൾഡൻ ചാൻസുകൾ നിനക്ക് ലഭിച്ചു. ഇൽമിന്റെ മജ്ലിസ് അള്ളാഹുവിനോട് പാപമോചനത്തിന്റെ സദസ്സാണ്. പരലോകത്തെ പറ്റിയുള്ള ചിന്ത ഉണ്ടാകാൻ പറ്റി എത്ര സമയം നിന്റെ ജീവിതത്തിൽ കഴിഞ്ഞുപോയി. നിസ്കാരത്തിൽ ഇന്ന് രാവിലെ സുബഹി നമ്മൾ നിസ്കരിച്ചു, എല്ലാവരും കൃത്യ സമയത്ത് സുബഹി നിസ്കരിച്ചു. അത് റമദാന്റെ പവറാണ്. മരണം വരെ ആ സുബഹി നിസ്കാരം മുടങ്ങാതെ കൃത്യസമയത്ത് നിർവഹിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആ സുബഹി നിസ്കാരത്തിൽ, ഇന്ന് രാവിലത്തെ സുബഹി നിസ്കാരത്തിൽ പരലോകത്തെ പറ്റി നമ്മൾ ചിന്തിച്ചു, പരലോകത്തെ പറ്റി നമ്മൾ പറഞ്ഞു. അത് പറയാത്ത, അത് വിചാരിക്കാത്ത ഒരൊറ്റ ദിവസവുമില്ല. എല്ലാ നിസ്കാരത്തിലും പരലോകത്തെ പറ്റി ചിന്തിക്കുന്നുണ്ട്. ഞങ്ങൾ അറിയാതെ ഇങ്ങനെ ഖബറിലും ഖബർ കഴിഞ്ഞുള്ള സ്ഥലത്തും എത്തി എന്ന് ആർക്കും പറയാൻ നിർവാഹമില്ല. എല്ലാവരും പോകുന്ന കേന്ദ്രം ഏതാണെന്ന് അവരെ അള്ളാഹ് നേരത്തെ അറിയിച്ചിട്ടുണ്ട്. കാലികളെ കശാപ്പുവിന് കൊണ്ടുപോകുന്നത് പോലെയല്ല മനുഷ്യനെ കൊണ്ടുപോകുന്നത്. കൊണ്ടോട്ടിയില്ലെന്ന് കുറെ കാളകളെ എങ്ങനെ കൊണ്ടുപോവുകയാണ്. ഒരാൾ മുന്നിൽ വടിയായിട്ട് വേറൊരാൾ പിന്നിലുണ്ട്, കശാപ്പിന് കൊണ്ടുപോവുകയാണ്. തെളിച്ചിട്ട് ഇങ്ങനെ ഓടുമ്പോ എല്ലാം ഇങ്ങനെ ഓടുകയാണ്. അവർക്കറിയാം വിവരം എങ്ങോട്ടാണെന്നുള്ള വിവരം അറിഞ്ഞാൽ ഒരൊറ്റ കാള ഇവന്റെ കൂടെ പോകുമോ? ഇല്ല. അതറിയാത്തത് കൊണ്ട് എല്ലാവരും ഇങ്ങനെ പോവുകയാണ്. എത്ര അനുസരണത്തിലാ പോകുന്നത്. അതിന് മുന്നിലുള്ള 4 കാളകളൊക്കെ വളരെ ആവേശത്തോടു കൂടി ആ ഇടയന്റെ കൂടെ നന്നായി സഹകരിക്കുന്നുണ്ട്. ഒരു കാള അല്പം തിരിഞ്ഞു കളിക്കുന്നുണ്ട്. ആ തിരിഞ്ഞു കളിക്കുന്ന കാളയെ പോയി തല്ലി അടക്കങ്ങോട്ട്. മലയാളമൊക്കെ മിക്ക കാളകൾക്കും തിരിയും എന്നത് മറ്റൊരു വിഷയമാണ്. അതൊക്കെ ഉൾക്കൊണ്ട് ആ ലിസ്റ്റിൽ ഇങ്ങനെ കിലോമീറ്ററോളം നടക്കുക. ആ നടക്കുന്ന സമയം ഈ കാളക്കെങ്ങാനും ബോധമുണ്ടായിരുന്നുവെങ്കിൽ ഇത് അറക്കാനാണ് കൊണ്ടുപോകുന്നത്, ഞങ്ങളെ പുരോഗതിക്ക് വേണ്ടിയല്ല, ഞങ്ങളെ കൊല്ലാനാണെന്ന് മനസ്സിലായിരുന്നുവെങ്കിൽ ആ കാളകൾ ഒരിക്കലും അവന്റെ കൂടെ പോകുമായിരുന്നില്ല. എന്നാൽ ഇതുപോലെയല്ല മനുഷ്യനെ കൊണ്ടുപോകുന്നത്. അവനെ നയിക്കുന്നത് സ്വർഗത്തിലേക്കാണ്, അവനെ നയിക്കുന്നത് വിജയത്തിലേക്കാണ്. അവനെ പ്രമോഷൻ നൽകി ആദരിക്കാൻ വേണ്ടിയാണ് കൊണ്ടുപോകുന്നത്. ആ പ്രമോഷൻ കിട്ടിയ ആളുകളുടെ കഥകളും അവരെ ചരിത്രങ്ങളും പരിശുദ്ധ ഖുർആൻ നിറഞ്ഞു കിടക്കുകയല്ലേ.
സഹോദരന്മാരെ, അതുകൊണ്ട് പരലോകത്ത് വെച്ച് ഞങ്ങൾക്ക് മാപ്പ് തരണം എന്ന് പറയുന്ന വാക്കിന് യാതൊരു പ്രസക്തിയുമില്ല. ഏതുപോലെ പരീക്ഷ എഴുതുന്നൊരു വിദ്യാർത്ഥി പരീക്ഷ ഹാളിൽ ചോദ്യപേപ്പർ അവന്റെ കയ്യിൽ കിട്ടുകയാണ്. ആ പേപ്പർ കിട്ടിയിട്ട് ഓരോ ചോദ്യവും ഇങ്ങനെ വാങ്ങി ഒരാൾ അപ്പുറത്തുള്ള ബെഞ്ചിലിരിക്കുന്ന ആളിങ്ങനെ ഉത്തരം നന്നായി എഴുതുകയാണ്. അയാൾ മിക്കവാറും എഴുതി കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞ് രണ്ടാമത് ആവർത്തനത്തിന് വേണ്ടി വായിച്ച് പേപ്പർ മടക്കി സൂപ്പർവൈസറെ കയ്യിൽ മെല്ലെ തിരിച്ചേൽപ്പിക്കുകയാണ്. അപ്പോഴാണ് രണ്ടാമത്തെ ബെഞ്ചിലുള്ള നൗഫല്, സലാം, നാസിർ വലത്തോട്ടും ഇടത്തോട്ടും ഇങ്ങനെ തിരിഞ്ഞ് നോക്കുന്നുണ്ട്. അങ്ങനെ പറയുന്നുണ്ട്, അല്ല ഈ മൂന്നാമത്തെ ഉത്തരം ഈ എന്താ എഴുതിയേ? ഞാൻ എന്താ എഴുതിയെന്ന് ഇപ്പൊ ചോദിക്കണോ? ഞാൻ എഴുതേണ്ടതൊക്കെ എഴുതിയിട്ടുണ്ട്. ആരോടും സംസാരിക്കാൻ പാടില്ലാത്ത, മിണ്ടാൻ പാടില്ലാത്ത, അഥവാ മിണ്ടിയാൽ സൂപ്പർവൈസർ അവന്റെ പത്രത്തിന്റെ ആ ഉത്തരക്കടലാസിന്റെ മുകളിൽ ചുവന്ന മാർക്കിട്ട് അത് റിജക്ട് ചെയ്യുന്ന പരീക്ഷ ഹാൾ. ആ പരീക്ഷ ഹാളിൽ സൂപ്പർവൈസിങ്ങിന് വേണ്ടി ഗവൺമെന്റ് നിയമിച്ചിട്ടുള്ളത് ഏതോ നാട്ടുകാരനായ വ്യക്തിയെയാണ്. ഒരു പരിചയമില്ല. രണ്ടാളുണ്ട്, ഒന്ന് മുൻകർ ഒന്ന് നക്കീർ. രണ്ടാളെയും പരിചയമില്ലാത്തവരാണ്. അയാളെ നമ്മളെവിടെ കാണലുണ്ടല്ലോ, KSRTCയിലോ കണ്ടക്ടറായിട്ട്. അല്ലല്ല, അയാളല്ല, വേറൊരാളാണത്. ഒരു പരിചയമില്ലാത്ത, അത് തിരുവനന്തപുരം ഇടുക്കി ഭാഗത്തുള്ള രണ്ടാളാണ്. നമ്മളെ പരീക്ഷ പേപ്പറിന്റെ ചുമതല മൂപ്പർക്കാണ്. നമ്മളെ നാട്ടിലെ രണ്ട് മാഷുമാരുണ്ടായിരുന്നു, അവരവിടെ പോയി. അവരെ കൊണ്ടുപോയിട്ട് എറണാകുളത്താണ്. മുങ്കറും നക്കീറും ആകാൻ വേണ്ടി ചെയ്ത പണിയാണ്, പരിചയമില്ലാത്ത ആളാവാൻ വേണ്ടി. ആ സൂപ്പർവൈസറോട് മെല്ലെ എഴുന്നേറ്റ് ചോദിച്ചു, സാറേ ഈ അഡ്മിറ്റ് എന്നതിന്റെ നൗൺ എങ്ങനെയാണ്? TIONO SIONO? അയാൾ പറഞ്ഞു, നമ്മ പിന്നെ പറയാം, മോൻ അവിടെ ഇരുന്നോ. സാറേ എന്നാലും ചെറിയൊരു സഹകരണം. ഒരു സഹകരണവും ഇല്ല. അവസാനം 2 മണിക്കൂർ സമയം കഴിഞ്ഞ് ആ കടലാസ് മടക്കിയവർ വാങ്ങിവെച്ചു. പരീക്ഷ തോറ്റതായി പ്രഖ്യാപിക്കുന്നു. ആ പ്രഖ്യാപനം വന്നതിന് ശേഷം ഒരാൾ ഉത്തരക്കടലാസ് നോക്കി എഴുതിയ, ഉത്തരക്കടലാസിൽ മാർക്കിട്ട വ്യക്തിയോട്, ഗവൺമെന്റ് ഏജന്റിനോട്, എന്നെ വീണ്ടും പരിഗണിക്കണമെന്ന് പറഞ്ഞാൽ അതിനെന്ത് പ്രസക്തിയാണുള്ളത്? അതുപോലെയാണ് ഇത്. ഈ ഭൗതിക ലോകം പരീക്ഷാ ഹാളാണ്. ഇവിടെ കുറെ തിയറി എഴുതാനുണ്ട്, കുറെ പ്രാക്ടീസും എഴുതാനുണ്ട്, പ്രാക്ടിക്കലായി കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, തിയറിയും എഴുതാനുണ്ട്. ആ പരീക്ഷ ഹാളിലാണ് നമ്മളുള്ളത്. നമ്മളെ കുടുംബം നമ്മളെ പരീക്ഷയ്ക്കുള്ള ഉപകരണങ്ങളാണ്. നമ്മളെ അയൽക്കാർ പരീക്ഷണത്തിൽ പ്രാക്ടീസിൽ വരുന്നവരാണ്. നമ്മൾ ബന്ധപ്പെടുന്ന ഏതെല്ലാം ജനങ്ങളുണ്ടോ അവരുമായുള്ള ബന്ധത്തെപ്പറ്റിയൊക്കെ അല്ലാഹ് നമ്മളോട് ചോദിക്കുന്നതാണ്. ആ ചോദിക്കുന്ന സമയം ഞങ്ങളെ വീണ്ടും ഒരു തവണ കൂടി എഴുതാൻ സമ്മതിക്കൂ എന്ന് ആവശ്യപ്പെട്ടാൽ അള്ളാഹു നൽകുന്ന മറുപടി, ഇഖ്സഊ ഫീഹാ വലാ തുകല്ലിമൂൻ. മിണ്ടരുത്, സൈലൻസ്, മിണ്ടാൻ പാടില്ല. വലാ തുകല്ലിമൂൻ, മിണ്ടരുത്. കാരണം പ്രപഞ്ചത്തിന്റെ ക്രമീകരണം അങ്ങനെയാണ്. നിനക്ക് വേണ്ടി ദുനിയാവിനി പടക്കാൻ കഴിയില്ല. അതിന്റെ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും അതിന്റെ ഘടനയെല്ലാം മാറിക്കഴിഞ്ഞു. എല്ലാം മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ച വസ്തുക്കൾ മുഴുവനും അള്ളാഹു തിരിച്ചെടുത്തു കഴിഞ്ഞു. ഇനി ഒന്നും പറയാനില്ല, ഒന്നും ചെയ്യാനില്ല. അടങ്ങി നിന്നോളൂ എന്ന് പറയുകയും എന്നിട്ട് അവിടെ വെച്ച് അവനോട് പറയുന്നു, ഇന്നഹു കാന ഫരീഖും മിൻ ഇബാദി യഖൂലൂന റബ്ബനാ ആമന്നാ ഫഗ്ഫിർ ലനാ വർഹംനാ വഅൻത ഖൈറുർ റാഹിമീൻ. കുറേ നല്ല അടിമകൾ ഉണ്ടായിരുന്നു ഭൗതിക ലോകത്ത്. അവർ നല്ല അനുസരണമുള്ളവരാണ്, അവർ നല്ല അച്ചടക്കമുള്ളവരാണ്. അവരുടെ വർത്തമാനം ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അതാണ് എപ്പോഴും അവർ പറയുക, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. എല്ലാവരും ചൊല്ലുക, അശ്ഹദു അല്ലാ ഇലാഹ അസ്തഗ്ഫിറുല്ലാഹ്. അത് ഒരാൾ ചൊല്ലിക്കൊടുക്കുകയാണ്. അപ്പൊ എല്ലാരും ചൊല്ലുകയാണ്. ആ ചൊല്ലുന്ന സമയത്ത് ഒരാള് പള്ളിയിൽ നിന്ന് മെല്ലെ പുറത്തേക്ക് പോയി, വരാന്തയിലേക്ക് പോയി.
ഒന്നും അങ്ങനെ ചെല്ലണമെന്നില്ല. അതൊക്കെ ചെല്ലണമെന്ന് എവിടെയാ ഉള്ളത്? കുപ്പായ ഇടണമെന്ന് എവിടെയാ ഉള്ളത്? നമ്മൾ ഉടുത്ത ഈ തുണി ഉടുക്കണമെന്ന് എവിടെയാ ഉള്ളത്? വേറെ തുണിയും പോരെ? എന്നാ അവിടെ തന്നെ വേണം തുണി അയപ്പിക്കാലോ. ഈ തുണി ഉടുക്കണമെന്ന് ആരാ പറഞ്ഞു? ബുഖാരിയിലുണ്ടോ മുസ്ലിമിലുണ്ടോ? എവിടെയില്ല. എന്നാലേ ആ തുണിന്ന് ഒഴിവാക്കിക്കളി. ദിക്ർ ചെല്ലണമെന്ന് സ്ഥിരപ്പെട്ടു, സ്വലാത്ത് ചെല്ലണമെന്ന് സ്ഥിരപ്പെട്ടു, 4 സമയത്ത് മാത്രം ചൊല്ലണ്ട എന്നും സ്ഥിരപ്പെട്ടു. അല്ലാത്ത സമയത്തൊക്കെ ദിക്റുകൾ ചൊല്ലാനുള്ളതാണ്. യാതൊരു വാശിയുമില്ലാതെ ദിക്റുകൾ ചൊല്ലുന്നു, നിസ്കരിക്കുന്നു, ഉസ്താദുമാർ പറഞ്ഞത് അനുസരിക്കുന്നു. അങ്ങനെ ജീവിച്ച വ്യക്തികൾ എല്ലാ സമയത്തും ദുആയാണ്. ഫഗ്ഫിർ ലനാ വർഹംനാ വഅൻത ഖൈറുർ റഹീമീൻ. ഇശാ കഴിഞ്ഞ് ഇശാ ബാങ്ക് കൊടുത്ത ഉടനെ ഹദ്ദാദാണ്. ആ ഹദ്ദാദ് കഴിഞ്ഞ് പിന്നെ ഇശാ ജമാഅത്താണ്. ആ ജമാഅത്ത് കഴിഞ്ഞ് ദുആ, അത് കഴിഞ്ഞ് തറാവീഹ് പിന്നൊരു ദുആ, അത് കഴിഞ്ഞ് പിന്നെ വിത്ർ അതിന്റെ ദുആ, അത് കഴിഞ്ഞ് പള്ളിയുടെ സമീപത്തൊരു മഖാമുണ്ട് അവിടെ വേറൊരു ദുആ, അതും കഴിഞ്ഞ് പള്ളിപ്പറമ്പിലേക്ക് ഇറങ്ങിയിട്ട് അവിടെ ഒരു ഫാത്തിഹയും ദുആയും. ഇപ്പൊ ദുആ എത്രയായി? 5-8 ദുആയായി. അതിനൊക്കെ ആമീൻ പറയുന്ന കുറെ മനുഷ്യന്മാരുണ്ട്. വേറെ ചിലടാ അല്ല ആദ്യത്തെ ഒന്നിന് ദുആയിരുന്നിട്ട് ഉസ്താദെ ഞാൻ ഒന്നിച്ച് നിയ്യത്ത് ചെയ്തതാണ്, വേറെ വിശേഷമൊന്നുമില്ലല്ലോ, അസ്സലാമു അലൈക്കും, നാളെ കാണാം രാവിലെ. അങ്ങനെ പോകുന്ന ആളുകളുണ്ട് ദുനിയാവിൽ. ഈ സൂറത്തുൽ മുഅ്മിനൂൻ എന്ന അധ്യായത്തിൽ അല്ലാഹ് പറയുന്നു, ദുആകൾ ഇങ്ങനെ വർദ്ധിപ്പിച്ച് കരുണാവാരിധിയായ പടച്ചവനോട് ഇങ്ങനെ ദുആ ചെയ്യുന്ന നല്ല സ്വഭാവമുള്ള ആളുകൾ, ആ ദുആ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച്, നിസ്കരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഭൗതിക ലോകത്ത് ഹൃദയം നന്നാവാത്ത ആളുകളുടെ പ്രതികരണം ഫത്തഖത്തുമൂഹും സിഹ്രിയാ ഹത്താ അൻസൗകും ദിക്രി വകുൻതും മിൻഹും തദ്ഹകൂൻ. ഹൃദയം കേടുവന്ന മനുഷ്യന് എപ്പോഴും പരിഹാസമാണ്. നിസ്കരിക്കുന്നവരെ അവൻ കളിയാക്കും, ഖുർആൻ ഓതുന്നവരെ അവൻ പരിഹസിക്കും, ഹദ്ദാദ് ചെല്ലുന്നവനെ പരിഹസിക്കും. നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ ഇങ്ങനെ പരിഹസിക്കുന്ന സ്വഭാവക്കാർ ദുനിയാവിലുണ്ട്. മണ്ണിന്റെ കലം വിൽക്കുന്ന, മൺകലം ചുമടായെടുത്ത് കൊണ്ടുപോയി വിൽക്കുന്ന ഒരു സാധുവായ മനുഷ്യനെ എനിക്ക് പരിചയമുണ്ട്. അദ്ദേഹം ആ പണിയുമായി നടക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു പള്ളി കണ്ടാൽ, നിസ്കാരത്തിന്റെ സമയമായാൽ മൺകലത്തിന്റെ ചുമട് ബസ്സിന്റെ ആ പള്ളിയുടെ ഒരു ഭാഗത്ത് മെല്ലെ ഇറക്കി വെച്ച് വേഗം പള്ളിയിൽ പോയി നിസ്കരിക്കും. അയാളുടെ ജോലി മൺകലം വിൽക്കലാണ്. അവിടെ പോയി നിസ്കരിക്കും. നിസ്കാരം കഴിഞ്ഞ് ദിക്റും സലാത്തും ദുആയും എല്ലാം കഴിഞ്ഞിറങ്ങി പിന്നെ അടുത്ത സ്ഥലത്തെത്തുമ്പോൾ അസ്ർ നിസ്കാരത്തിന്റെ സമയമായാൽ ഈ മൺകലം ചുമന്നു കൊണ്ടുപോകുന്ന സഹോദരൻ അസറിന്റെ സമയമായാൽ പിന്നെയും നിസ്കരിക്കുന്നു. ഇങ്ങനെ 5 നേരം നിസ്കരിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തെ പറ്റി വേറൊരാൾ പറയുകയാണ്, അയാൾക്കൊരു പുതിയ പേരിട്ട്, പടച്ചവൻ പേരിട്ട്. അങ്ങനെ പിന്നെ അയാളെ വിളിക്കല് പടച്ചവനല്ല, കാരണം അയാൾ എല്ലാ വക്തും നിസ്കരിക്കുന്നത് കൊണ്ട് പേരിട്ടതാ. നിസ്കരിക്കുന്നവനെ കളിയാക്കുന്ന, നോമ്പ് നോൽക്കുന്നവരെ കളിയാക്കുന്ന, മുസ്ഹഫ് ഓതുന്നവരെ പരിഹസിക്കുന്ന സ്വഭാവം അല്ലാഹു പറയുന്നു. പരിഹസിക്കുന്നവര് പരാജയപ്പെടും. ഫത്തഖത്തുമൂഹും സിഹ്രിയൻ ഹത്താ അൻസൗകും ദിക്രി വകുൻതും മിൻഹും തദ്ഹകൂൻ. എന്റെ നല്ലവരായ അടിമകൾ പരിഹസിച്ചു. ആ പരിഹസിച്ചതിന്റെ ദുരന്തങ്ങൾ നിങ്ങൾ വാങ്ങാൻ പോവുകയാണ്. ഇന്നി ജസൈതുഹുമുൽ യൗമ ബിമാ സബറൂ അന്നഹും ഹുമുൽ ഫായിസൂൻ. നന്നായി ക്ഷമിച്ച് വിമർശകന്മാരുടെ വിമർശങ്ങളൊന്നും പരിഗണിക്കാതെ, കളിയാക്കുന്നവർ കളിയാക്കട്ടെ, അതൊന്നും ശ്രദ്ധിക്കാതെ വേണ്ടതുപോലെ ക്രമം പോലെ ചെയ്യുന്ന ആ നല്ല സ്വഭാവമുള്ള ആളുകൾക്ക് അള്ളാഹു സ്വർഗം നൽകുന്നു. സൂറത്തു മറിയമിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, തിൽക്കൽ ജന്നത്തുല്ലത്തി നൂരിസു മിൻ ഇബാദിനാ മൻ കാന തഖിയാ. നാളെ പരലോകത്ത് കിട്ടാൻ പോകുന്ന സ്വർഗം, ആ സ്വർഗത്തെ ഇങ്ങനെ വർണ്ണിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നു, അടിമകളെ, മോമിനീങ്ങളെ, നിങ്ങൾക്ക് നല്ലൊരു സ്വർഗം ലഭിക്കാനുണ്ട്. ആ ആയത്തിന്റെ തഫ്സീറിൽ പറയുന്നു, സ്വർഗം 3 വിധത്തിൽ മനുഷ്യന് സ്വർഗം ലഭിക്കും. 3 വിധത്തിൽ മനുഷ്യന് സ്വർഗം ലഭിക്കും. ആ 3ൽ നിന്ന് ഏതെങ്കിലും ഒരു പട്ടികയിൽ പടച്ച റബ്ബ് നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. പക്ഷെ അതിൽപ്പെട്ട ഒന്നാമത്തേൽ വലിയവർക്ക് ഏതായാലും അതിൽ ചാൻസ് ഇല്ല. സ്വർഗം കിട്ടുന്ന ഒരു വിഭാഗം
ഒരു ഇബാദത്തും ചെയ്യാതെ സ്വർഗം കിട്ടും ഒരു വിഭാഗം ആളുകൾക്ക്. അതാരാണ്? കുട്ടികൾ. അവര് ഇബാദത്തൊന്നും വേണ്ട, അവർക്ക് സ്വർഗമാണ്. ഇബാദത്തില്ലാതെ സ്വർഗം അവർക്ക് ലഭിക്കുന്നു. കാരണം അവർക്ക് വയസ്സ് 6 വയസ്സ് 7 വയസ്സ് 8 വയസ്സ് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് മരിച്ചുപോയ കുട്ടി നേരെ സ്വർഗത്തിലാണ്. പ്രായപൂർത്തിയാവുന്നതിന് മുമ്പ് ഒരു കുട്ടി മരിച്ചുപോയാൽ ആ കുട്ടി സ്വർഗത്തിലാണ്. സ്വർഗത്തിലാണെന്ന് മാത്രമല്ല, അള്ളാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗത്തിന്റെ വാതിൽ തുറക്കാൻ വേണ്ടി അതിന്റെ വട്ടക്കണ്ണി പിടിച്ച് കുലുക്കിയിട്ട് തുറക്കാൻ വേണ്ടി പോകുന്ന സമയം അവിടെ അതാ ചെറിയ കുട്ടികൾ, ആ കുട്ടികൾ അവിടെ കാത്തു നിൽക്കുന്നു. പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് മരിച്ചുപോയ മുഅ്മിനീങ്ങളുടെ കുട്ടികളാണ്. ആ കുട്ടികൾ അവിടെ എന്തിനു നിൽക്കുന്നു എന്നറിയാമോ? എന്റെ ബാപ്പ എവിടെ, എന്റെ ഉമ്മ എവിടെ? ബാപ്പ നരകക്കാരനാണെങ്കിൽ, ബാപ്പ കുറ്റം ചെയ്തതിന്റെ പേരിൽ നരകത്തിലാണെങ്കിൽ, ഈമാനുള്ള വാപ്പയാണെങ്കിൽ ആ ഈമാനുള്ള വാപ്പയെ പടച്ചറബേ എന്റെ വാപ്പക്ക് ഈമാനുണ്ട്, വിശ്വാസമുണ്ട്, ആ വാപ്പയെ നരകത്തിലിട്ടുകൊണ്ട് ഈ ചെറിയ കുട്ടിയാകുന്ന ഞാൻ ഒരിക്കലും തന്നെ സ്വർഗത്തിലേക്ക് പോകൂല, അതുകൊണ്ട് എനിക്ക് എന്റെ വാപ്പയെ കിട്ടണം എന്ന് പറയുമ്പോൾ ആ ബാപ്പയെ അള്ളാഹു അവിടെ ഹാജരാക്കുന്നു. ആ ബാപ്പയുടെ കയ്യും പിടിച്ച് ആ കുട്ടി സ്വർഗത്തിലേക്ക് പോകും. ആ കുട്ടി ബാപ്പക്ക് ശഫാഅത്ത് ചെയ്യും. അതുകൊണ്ടാണ് മൻ ഖദ്ദമ സലാസൻ ഫലഹുൽ ജന്ന. ഏതെങ്കിലും ഒരു വ്യക്തിക്ക് 3 കുട്ടികൾ, പ്രായപൂർത്തിയാവാതെ 3 കുട്ടികൾ ഒരാൾക്ക് മരിച്ചാൽ, ആ കുട്ടികൾ മരിച്ച കാരണത്തിന്റെ പേരിൽ ക്ഷമിച്ചാൽ, ഈമാനുണ്ട് എങ്കിൽ ആ മനുഷ്യന് സ്വർഗമുണ്ട് എന്ന് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വഹാബത്തിന് നബി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ആ സദസ്സിൽ നിന്നൊരു പെണ്ണ് പറയുന്നു, ഇന്നീ ഖദ്ദംതു ഇസ്നൈനി യാ റസൂലല്ലാഹ്, എനിക്ക് 2 കുട്ടികൾ മരിച്ചിട്ടുണ്ട്, 2 കുട്ടികൾ എനിക്ക് മരിച്ചു, എനിക്ക് സ്വർഗമുണ്ടോ? റസൂലുള്ളാഹി പറയുന്നു, ഫലക്കിൽ ജന്ന ഇനിഹ്തസബ്തി ഫലക്കിൽ ജന്ന, ക്ഷമിക്കുകയും പടച്ചവനിൽ നിന്ന് കൂലി പ്രതീക്ഷിക്കുകയും ചെയ്താൽ, ആ കുട്ടിയെ പറ്റി ഓർമ്മ വരുമ്പോഴൊക്കെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞാൽ, ആ ക്ഷമയോടുകൂടി ആ വിഷയത്തെ നീ ഓർത്താൽ, റബ്ബിലേക്ക് ആ വിഷയം കൈവിട്ടാൽ സ്വർഗമുണ്ട്. അപ്പോഴാണ് ആ സദസ്സിൽ നിന്നൊരു ഒരു സ്ത്രീ പറയുന്നു, ഇന്നി ഖദ്ദംതു വാഹിദ, ഒരു കുട്ടി എനിക്ക് മരിച്ചു പോയിട്ടുണ്ട്. റസൂലുള്ളാഹി പറയുന്നു, ഇനിഹ്തസബ്തി ഫലക്കിൽ ജന്ന, കൂലി ആഗ്രഹിച്ചുകൊണ്ട് നീ ക്ഷമിച്ചിട്ടുണ്ടോ, നിനക്കും സ്വർഗമാണ്. അപ്പോൾ സ്വർഗം കിട്ടുന്ന ഒരു വിഭാഗം പ്രായപൂർത്തിയാകാതെ മരിച്ചു പോകുന്ന കുട്ടികളാണ്. ഈ സംഭവം പറഞ്ഞു കൊടുത്തപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഹബീബായ റസൂലുള്ളാഹിയോട് ചോദിച്ചു, വമാദാ തഖൂലു ഫീ ദിറാരിൽ മുശ്രിക്കീന യാ റസൂലല്ലാഹ്, അമുസ്ലിമീങ്ങളിൽ നിന്ന് പ്രായപൂർത്തിയാവാതെ ഒരു കുട്ടി മരിച്ചുപോയാൽ ആ കുട്ടി എവിടെയാണ്? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അല്ലാഹു യഫ്അലു മാ യശാ, അല്ലാഹു ഉദ്ദേശിച്ചത് അവൻ ചെയ്യും. ഈ ഹദീസ് ബയാൻ ചെയ്തുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, പ്രായപൂർത്തിയാവാതെ ഏത് കുട്ടി മരിച്ചാലും നരകത്തിൽ അവരെ ഇടുകയില്ല. അത് മുസ്ലിം അമുസ്ലിം എന്ന വിവേചനമൊന്നുമില്ല. പക്ഷേ വിശ്വാസികളുടെ കുട്ടികളെ സ്വർഗത്തിൽ കടത്തും എന്ന് വ്യക്തമായ മറുപടി വന്നിട്ടുണ്ട്. അല്ലാത്ത കുട്ടികൾ നരകത്തിൽ പോവുകയില്ല. അവരെ ഇരുത്തുന്ന, അവരെ കിടത്തുന്ന ഒരു പ്രത്യേക കേന്ദ്രമുണ്ട്. അതാണ് അൽ അഅറാഫ്. സൂറത്തുൽ അഅറാഫ് എന്ന ഒരു അധ്യായം തന്നെ കാണാം. അതിലെ ചർച്ച അത്തരം കുട്ടികളടക്കമുള്ള ആളുകളെ പ്രവേശിപ്പിക്കുന്ന കേന്ദ്രമാണ്. തടഞ്ഞു വെച്ച റിസൾട്ട് പോലെ പെൻഡിങ്ങിൽ, അവിടെ നരകത്തിലിടൂല. രണ്ടാമത്തേത് ആരാണ്? വതിൽകൽ ജന്നത്തുല്ലതീ നൂരിസു മിൻ ഇബാദിനാ മൻ കാന തഖിയ. സ്വർഗം കിട്ടുന്ന രണ്ടാമത്തെ വിഭാഗം അത് ഈമാനും തഖ്വയുമുള്ള മഹാന്മാരാണ്. ഈമാനും തഖ്വയും ഒരാൾക്കുണ്ടായാൽ ആ മനുഷ്യനെ അല്ലാഹു പരാജയപ്പെടുത്തുകയില്ല. ആ മനുഷ്യന്റെ പക്കൽ നിന്ന് ചില വീഴ്ചകളും ചില തെറ്റുകളുമൊക്കെ വന്നുപോയിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ ദിവസത്തെ പ്രഭാഷണത്തിൽ പാപത്തിന്റെ ശമ്പളമെന്ന വിഷയം പറഞ്ഞപ്പോൾ നമ്മൾ ചർച്ച ചെയ്തു, എപ്പോഴെങ്കിലും ഒരു പാപം ചെയ്താൽ പാപം ചെയ്ത ഉടനെ ഖേദിച്ചു മടങ്ങുന്നു, അസ്തഗ്ഫിറുല്ലാഹ് പറയുന്നു. ഒരു തെറ്റ് ചെയ്തു പോയാൽ അപ്പോഴേക്ക് ബേജാറ് മനസ്സിൽ കടന്നു വരണം.
തെറ്റ് ചെയ്തിട്ട് ഉളുപ്പില്ലാതെ ജീവിക്കാൻ പാടില്ല. തെറ്റ് ചെയ്താൽ ഉടനെ അള്ളാഹിനോട് മാപ്പ് ചോദിക്കണം. ഒരു നിസ്കാരം ഖളായി പോയാൽ വലിയ പേടി വേണം. ഒരു നിസ്കാരം നഷ്ടപ്പെട്ടു പോയാൽ വലിയ ബേജാറ് വേണം. ഉടനെ തന്നെ പള്ളിയിലുള്ള ഉസ്താദിനോട് ചോദിക്കണം, ഞാനെന്താ വേണ്ടത്? നിസ്കാരം നഷ്ടപ്പെട്ടു പോയി, എന്ത് വേണം? അപ്പൊ നല്ല ഉസ്താദാണെങ്കിൽ വേഗം ഖളാ വീട്ടാൻ പറഞ്ഞു കൊടുക്കുന്നു. അപ്പൊ ഞാൻ പറയുന്നത്, പാപം ചെയ്തു പോയ മനുഷ്യൻ ഈമാനും തഖ്വയും നിലനിർത്തിയാൽ അവന് സ്വർഗമുണ്ട്. മൂന്നാമത്തൊരു പട്ടികയുണ്ട്, അതാണ് മുന്തിയ സ്വർഗം. ഒന്നാമത്തേത് ജന്നത്തു ഇഖ്തിസാസ്, രണ്ടാമത്തേത് ജന്നത്തുൽ മീറാസ്, മൂന്നാമത്തേത് ജന്നത്തു അമൽ. ജന്നത്തു അമൽ എന്ന് പറയുന്ന സ്വർഗം ഏതാണ്? അതിനെപ്പറ്റി പണ്ഡിതന്മാർ പറയുന്നു, തഫ്സീറുകളിൽ പറയുന്നു, സ്വർഗം പല വകുപ്പുകളാണ്. ഒരു നല്ല കാര്യം ഒരാൾ പതിവാക്കിയാൽ, അതിങ്ങനെ മുറുകെ പിടിച്ച് അതുമേൽ തന്നെ തൂങ്ങി നടക്കും. എല്ലാ നന്മകളും അയാളിലുണ്ട്. പക്ഷെ ഒരു നന്മ എപ്പോഴും അയാൾ പതിവാക്കും എങ്കിൽ അയാൾക്ക് പ്രത്യേകമായ ഒരു സ്വർഗം അല്ലാഹു നൽകുമെന്ന് ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ആ കൂട്ടത്തിൽപ്പെട്ടതാണ് മുമ്പ് ഖുൽ ഹുവല്ലാഹു അഹദ് എല്ലാ നിസ്കാരത്തിലും ഓതിയ ഒരു വ്യക്തിയുടെ ചരിത്രം പലപ്പോഴും നമ്മൾ കേട്ടതാണ്. ഞാനത് ആവർത്തിക്കുന്നില്ല. എങ്കിലും പലതും ആവർത്തിക്കുന്നവരാണ്. ചായ ആവർത്തിക്കുന്നു, ഭക്ഷണം ആവർത്തിക്കുന്നു, വസ്ത്രങ്ങൾ ആവർത്തിക്കുന്നു. ഇന്നലെ ഇരുന്ന് അതേ കസേരയിൽ തന്നെ വന്ന് ആ ഇരുത്തത്തിന്റെ അവസ്ഥ പോലും ആവർത്തിക്കുന്നവരുണ്ട്. അതുകൊണ്ട് ഖുർആനും ഹദീസും ഇസ്ലാമുമായി ബന്ധപ്പെട്ട പാഠങ്ങളും ആവർത്തിക്കുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല എന്ന് നാം മനസ്സിലാക്കുക. സയ്യിദുൽ ബശർ തഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നബിക്കല്ല സ്വർഗം കാണിച്ചു, നരകം അല്ലാഹു കാണിച്ചു, എല്ലാം കാണിച്ചു. ആ കാണിച്ചപ്പോൾ, സ്വർഗത്തിലേക്ക് അങ്ങ് പ്രവേശിച്ചപ്പോൾ, അല്ലാഹുവിന്റെ ഹബീബായ നബി സ്വർഗത്തിലേക്ക് കടന്നപ്പോൾ, കുല്ലമാ ദഖൽതു, ആ സ്വർഗത്തിന്റെ ഏത് മൂലയിൽ എവിടെ ഞാൻ കടന്നാലും വളരെ വിശാലമായ സ്വർഗമാണ്. എത്രയാണ് ഒരു മനുഷ്യന് സ്വർഗത്തിൽ കിട്ടുന്ന സ്ഥാനം! സുബ്ഹാനല്ലാഹ്. ഒരു മനുഷ്യൻ ജനിച്ചത് എവിടെയാണോ ആ ജനിച്ച സ്ഥലത്തു നിന്ന് അവൻ മരിച്ചത് എവിടെയാണോ ആ മരിച്ച സ്ഥലം വരെയുള്ള ഭൂമി അളന്ന് ആ മനുഷ്യന് വേണ്ടി സ്വർഗത്തിൽ അത്രയും സ്ഥലം രജിസ്റ്ററാക്കി നൽകുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഒരാൾ കൊണ്ടോട്ടിയിൽ ജനിച്ചു, അയാൾ മരിക്കുന്നത് മക്കത്താണ് എങ്കിൽ, ഈമാനുള്ള മനുഷ്യനാണെങ്കിൽ ആ ജനിച്ച കൊണ്ടോട്ടി മുതൽ അയാൾ മരിച്ച മക്ക വരെയുള്ള സ്ഥലം മുഴുവനും അവന്റെ പേരിൽ സ്വർഗത്തിൽ രജിസ്റ്ററായി നൽകുകയാണ്. ഇതൊക്കെ നിന്റെ സ്ഥലമാണ്, നിന്റെ കർമ്മഭൂമിയാണ്. കാരണം നീ ജനിച്ച ആ സ്ഥലത്ത് അന്ന് മുതൽ നീ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രായപൂർത്തി എത്തിയത് മുതൽ നീ കർമ്മത്തിന്റെ മേഖലയിലാണ്. ഉസ്താദ് വിളിച്ചാൽ നീ വരും, തങ്ങൾ വിളിച്ചാൽ നീ വരും. പ്രസ്ഥാനത്തിന് വേണ്ടി നീ സജീവമാണ്. നിസ്കാരമുണ്ട്, ഇബാദത്തുണ്ട്, പള്ളിയുണ്ട്, പ്രഭാഷണമുണ്ട്, പാവപ്പെട്ടവരെ സഹായിക്കാൻ നീ തയ്യാറാണ്. എല്ലാ നന്മക്കും സഹകരിച്ചുകൊണ്ട് ആ കൊണ്ടോട്ടി മുതൽക്ക് മക്ക വരെ ഉള്ള എല്ലാ സ്ഥലങ്ങളിലും നീ നല്ലത് ചെയ്ത ആളാണ് എങ്കിൽ, നീ ആ മക്കത്ത് വെച്ച് മരിക്കുന്നുവെങ്കിൽ ആ മരിച്ച സ്ഥലം വരെ, ജനിച്ച സ്ഥലം മുതൽ മരിച്ച സ്ഥലം വരെയുള്ള ഭൂമി നിന്റെ പേരിൽ അള്ളാഹു സ്വർഗത്തിൽ നിനക്ക് തരികയാണ്. എന്നിട്ട് പറയും, ഹാദാ ലുക്ക്, നിന്റെ ഭൂമിയാണിത്, ഇതൊക്കെ നിന്റെതാ, ഇതെല്ലാം നിന്റെതാ. എത്ര വേണം? സ്ഥലം എത്ര വേണം? സുബ്ഹാനല്ലാഹ്, സ്ഥലം എത്രയാണ്? റബ്ബിന്റെ കയ്യിൽ എത്രയാണുള്ളത്? ഇന്ന് രാവിലെ നിസ്കരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞ വാക്ക് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. 18,000 ആലിമുകളെ പടച്ച റബ്ബാണ്. 18,000 ആലമുകൾ, കോസ്മോസുകൾ അള്ളാഹു പടച്ചിട്ടുണ്ട്. അതിൽ നിന്ന് വളരെ ചെറിയ ഒരു ഭാഗത്താണ് സാധുക്കളായ നമ്മൾ താമസിക്കുന്നത്. ഒരു ചെറിയ സ്ഥലം, 2 സെന്റേ ഉള്ളൂ ഉസ്താദെ, 2 സെന്റേ ആകെ എനിക്കുള്ളൂ. അതിലൊരു ചെറിയ വീട്. എന്റെ ചെറിയ കുട്ടികൾ ഒന്ന് കളിക്കാൻ ഉദ്ദേശിച്ചാൽ പോകാൻ സ്ഥലമില്ല. അടുത്ത വീട്ടിലേക്ക് അവർ പോകേണ്ടി വരും. അവിടെ പോകുമ്പോ അവരിങ്ങോട്ട് കുട്ടികളെ അടിച്ചോടിക്കും, എടോ എന്താണ് ഇങ്ങോട്ട് വന്നത് എന്ന്. അത്രയും വിഷമിക്കുന്ന അവസ്ഥയിലാണ് ഉസ്താദെ ഞാനുള്ളത്. ഓ മനുഷ്യ, നീ ബേജാറാവണ്ട, നീ നല്ലവനായി ജീവിക്കൂ, അന്യായം ചെയ്യാതിരിക്കൂ, റബ്ബിനെ പൊരുത്തപ്പെട്ടു ജീവിക്കൂ, നിസ്കരിക്കൂ, ഇബാദത്ത് ചെയ്യൂ. പരിഹസിക്കാനും കളിയാക്കാനൊന്നും നീ പോകണ്ട. നീ ഒരു ഉസ്താദിനെയും ആക്ഷേപിക്കണ്ട, ഒരു സയ്യിദിനെയും നീ കുറ്റം പറയണ്ട.
അള്ളാഹുവിന്റെ മാർഗത്തിൽ നീ ജീവിക്കുന്നുവെങ്കിൽ നീ ജനിച്ച സ്ഥലത്തു നിന്ന് ആ മരിച്ച സ്ഥലം വരെ ഉള്ള ആ ഭൂമിയൊക്കെ എന്റെ പേരിൽ തരും. എന്നിട്ട് നിനക്ക് സ്വർഗത്തിൽ വെച്ച് പറയാം, റബ്ബേ എന്റെ കഷ്ടപ്പാടെല്ലാം തീർന്നുപോയി, എല്ലാ ബേജാറും എനിക്ക് തീർന്നുപോയി, എല്ലാ സങ്കടങ്ങളും എനിക്ക് എല്ലാ സങ്കടമൊക്കെ കഴിഞ്ഞുപോയി. വഖുലിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അവിടെ വെച്ച് വിശ്വാസി സ്വർഗത്തിൽ വെച്ച് അവസാനം പറയുന്ന വാക്കാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സന്തോഷായി റബ്ബേ, ഇനി ഒന്നും വേണ്ട. ഇനി എന്തോ വേണോ? ഒന്നും വേണ്ട. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നിസ്കാരത്തിൽ തുടങ്ങുമ്പോൾ ബേജാറായിരുന്നു, സ്വർഗത്തിലെത്തിയിട്ട് ആ അൽഹംദുലില്ലാഹ് കൊണ്ട് സമാപിക്കുന്നു. അതോടുകൂടി അവന്റെ എല്ലാ ജീവിതത്തിന്റെ ലക്ഷ്യവും അവന് പൂർത്തിയാവുകയാണ്. സ്വർഗത്തിന്റെ പല ഭാഗങ്ങളിലും റസൂലുള്ളാഹി അങ്ങനെ കടന്നു ചെന്നപ്പോൾ എവിടെ ഞാൻ കടന്നാലും ആ കടന്ന സ്ഥലത്തൊക്കെ യാ ബിലാൽ സമിഅതു ഖശഖശത നഅലിക, ഓ ബിലാൽ ഇതെന്തൊരു പുതുമ, നീ എങ്ങനെ സ്വർഗത്തിലെത്തി? ഞാൻ സ്വർഗത്തിന്റെ പല ഭാഗങ്ങളിലും കടന്നപ്പോൾ അവിടെയെല്ലാം നിന്റെ ചെരുപ്പിന്റെ ഒച്ചയാണ് എനിക്ക് കേൾക്കാൻ കഴിയുന്നത്. നീ എന്റെ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഒരു സാധുവായ സ്വഹാബിയാണ്, നിന്നെക്കാളൊക്കെ വളരെ ഉഷാറുള്ള ധാരാളം ആളുകളുണ്ടായി, നീ എങ്ങനെ ഇത്രയും മുന്നിലെത്തി? ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു